ജിഞ്ചർ ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സാമ്പാറാണ്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത്. സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് ഒരു 5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. സാമ്പാർ പരിപ്പ് പെട്ടെന്ന് വേകാനായിട്ടാണ് എണ്ണ ചേർക്കുന്നത്. പരിപ്പ് വേകുന്ന സമയത്ത് സാമ്പാറിന് ആവശ്യമുള്ള പച്ചക്കറി അരിഞ്ഞെടുക്കാം. ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2-3 ചെറിയ ഉള്ളി കടുക് ഇറക്കാനായിട്ട് മാറ്റി വയ്ക്കാം. സാമ്പാർ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾ ചേർക്കാം. ഇനി വെജിറ്റബിൾസ് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സാമ്പാറിന് കഷ്ണങ്ങൾ വേകുന്ന സമയത്ത് നമുക്ക് സാമ്പാറിനുള്ള മസാല റെഡിയാക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായവും ചേർക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം ഒരു ചെറിയ ഉരുള പുളി പിഴിഞ്ഞതും നമുക്കിതിലേക്ക് ചേർക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാറിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ കേരള സാമ്പാർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.